നിങ്ങൾ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അവർക്കൊന്ന് ഷെയർ ചെയ്തേക്ക്. കൂടെ നീയില്ലെങ്കിൽ ഇനി ഞാനില്ലല്ലോ. പെരുമഴയാണ്. രാവിലെ തക്കുന്ന മടി, ഇന്നലെ രാത്രി എഴുതാതെ ഇന്ന് രാവിലെ എഴുതിട്ട് എഴുതാതിരിക്കുന്നല്ലേ. പതിവ് പോലെ ഞാൻ ചായ കുടിച്ചു. രാവിലെ പുട്ടാണ് കേസ്, പുട്ട്. അമ്മ തേങ്ങ തിരുവിയതും ഒരു കുറ്റി പുട്ട് എടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ചെന്നത് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ സാമ്പാറാണ് ഇന്ന്. പുട്ടിൻ്റെ കൂടെ സാമ്പാർ കോമ്പിനേഷനാണ്. അങ്ങനെ ഇന്ന് ചോറിന് ചീരത്തോരൻ ചമ്മന്തി ആയിരുന്നു. നമ്മൾ മുട്ട പപ്സിന് വേണ്ടിയിട്ട് മൈദാ മാവ് കുഴയ്ക്കുക. മുട്ട പപ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. കൊത്തി അരിഞ്ഞാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. കൊത്തി അരിഞ്ഞ് വെച്ച ഉള്ളിയും മുളകും ഇഞ്ചിയും കൂടെ ചട്ടിയിലാക്കി അത് വേവാനായിട്ട് എടുക്കാൻ വേണ്ടി കുറേ സമയം എടുത്തു. പിന്നെ അതിനകത്ത് ചേരുവകളൊക്കെ ചേർത്തു. അതിന് ശേഷം നമ്മളത് ഉരുട്ടിയെടുത്തിട്ട് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട്, ഇത് മൈദാമാവാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് പരത്തണം. ഭയങ്കര ഇതായിട്ട് പരത്തണ്ട, അല്ലാതെ പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു ചതുരം പോലെ ഒരു ഷേപ്പിൽ എടുക്കണം. എടുത്തതിന് ശേഷം 2 സൈഡായിട്ട് വെക്കണം കേട്ടോ. നേരെയും വെക്കണം, കുറുങ്ങണയും വെക്കണം. അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഉള്ളി ഉണ്ടാക്കി വാട്ടി വെച്ചേക്കുന്ന ആ ഉള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിരുന്നു. എന്നിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഒരു ഷേപ്പിലങ്ങ് ഉണ്ടാക്കാം. അത് തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമല്ലേ. അതിന് ശേഷം ഇങ്ങനെ മടക്കി വയ്ക്കുക. അങ്ങനെ ഇത്രയും എണ്ണം ഉണ്ടാക്കി, 6 എണ്ണം ഉണ്ടാക്കി. അതിന് ശേഷം പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു. അതിനകത്ത് വെച്ച് കൂട്ടെല്ലാം കൂടെ മുട്ട പപ്സ് തന്നെ പറയാം. അത് അതിനകത്ത് ഇട്ട് കൊടുത്തു, എണ്ണയിലിട്ട് കൊടുത്തു. നമുക്ക് ആവി കയറ്റിയും ചെയ്യാം, പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മുടെ മുട്ട പപ്സ് റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബൈ, നാളെ കാണാം.